നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത്. അടച്ചിട്ടിരുന്ന ഇത് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡുമായിട്ട് ബന്ധമില്ലായിരുന്നു. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടുന്നത് റെസ്ക്യൂ മിഷൻ അല്ലേ? പക്ഷെ ഇവിടെ 2 മന്ത്രിമാർ മുൻകൂട്ടി പറഞ്ഞു ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരുമില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഞങ്ങൾ തുടക്കം തൊട്ട് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടക്കണം. ഇവിടെ സംശയമുണ്ട്. എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു, അമ്മ ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞു പോയാ പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയില്ല എന്താ സാഹചര്യം. റെസ്ക്യൂ നടക്കട്ടെ. ഇതിന്റെ ഫലമായി ഒരു സ്ത്രീ 2 മണിക്കൂറോളം ചികിത്സ കിട്ടാതെ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്നു. ഒരു പക്ഷേ രക്ഷിക്കാൻ കഴിയുമായിരുന്നൊരു ജീവൻ. ഇനി എന്തോ ആയിക്കൊള്ളട്ടെ, ആ കെട്ടിടം 1 മാസമോ 2 മാസമോ അടഞ്ഞു കിടക്കുന്നതായിക്കൊള്ളട്ടെ, എങ്കിൽ പോലും ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഇതുപോലൊരു അപകടം ഉണ്ടായാൽ പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന റെസ്ക്യൂ മിഷൻ അല്ലേ? അതിനപ്പുറമുള്ള പ്രയോറിറ്റി ആണോ ഒരു ഗവൺമെന്റ് മുഖച്ഛായ സംരക്ഷിക്കേണ്ടുന്നത്? ഇതാദ്യമായിട്ടല്ല, ഈ കഴിഞ്ഞ മെയ്യിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ട് 5 പേർ മരിക്കുന്നത്. അതിനുശേഷമല്ല ഒരു ഡോക്ടർ നമ്മളോട് വന്ന് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഉപകരണങ്ങൾ പോലും ഇല്ല എന്ന്. അപ്പോഴെല്ലാം ആ ഡോക്ടറെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്പർ 1 കേരളം, നമ്പർ 1 മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന ടാഗ് ലൈനിൽ കടിച്ചു തൂങ്ങാനാണ് ഗവൺമെന്റ് നോക്കിയത്. എന്നിട്ട് ഇതിനെല്ലാം നമുക്ക് ഉത്തരമായി കിട്ടുന്നത് എന്താ? ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. ഏതാണ് സിസ്റ്റം? ഈ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷനും ആരോഗ്യവകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരുമാണ് ആ സിസ്റ്റം. ആ സിസ്റ്റം ശരിയല്ല എങ്കിൽ അത് ശരിയാക്കേണ്ടുന്നത് ആരാണ്? കേരള സർക്കാരല്ലേ? ഒരുപക്ഷെ ഈ 2 മന്ത്രിമാർ വന്ന് വീരവാദം മുഴക്കാതിരുന്നെങ്കിൽ, സമയത്ത് കൃത്യമായ റെസ്ക്യൂ മിഷൻ ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. ആ സ്ത്രീ ഇന്ന് ജീവനോടിരുന്നേനെ.